വൈ ഐ ലൈക്ക് ബിറ്റ്കോയിൻ? ദർ ഇസ് myriads ഓഫ് റീസൺ, ടൺസ് ഓഫ് റീസൺ ഫോർ ദാറ്റ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒരു റീസണാണ് എന്തുകൊണ്ട് ഞാൻ ബിറ്റ്കോയിൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്. പല ആളുകളും പറയാറുണ്ട് ബിറ്റ്കോയിന് ഒരു ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന്. നമുക്കറിയാം ലോകത്തിലെ എല്ലാ അസറ്റുകൾക്കും നമുക്കറിയാവുന്ന എല്ലാ അസറ്റുകൾക്കും ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഉണ്ട്, ഒരു വാല്യൂ ലീക്കേജ് ഉണ്ട്. അത് ബിറ്റ്കോയിനും ഉണ്ടെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു ദർ ഇസ് നോ ഇൻഫ്ലേഷൻ ഫോർ ബിറ്റ്കോയിൻ. എൻ്റെ അറിവിൽ ഞാൻ വിശ്വസിക്കുന്നത് ബിറ്റ്കോയിൻ ഒരിക്കലും ഒരു ഇൻഫ്ലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ ലീക്കേജ് ഇല്ല എന്നുള്ളതാണ്. മേ ബി ഐ ആം റൈറ്റ്, മേ ബി ഐ ആം ഡെഡ് റോങ്. അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം. എന്തുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാല്യൂ ലീക്കേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് ഫിയറ്റ് കറൻസീസ് എടുത്താലും, അല്ലെങ്കിൽ US ഡോളർ ആണെങ്കിലും എന്താണെങ്കിലും യൂഷ്വലി 7 to 10% ആണ് ഒരു ഇൻഫ്ലേഷൻ വാല്യൂ ലീക്കേജ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു $100 ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ $93 ആയിരിക്കും. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇറ്റ് സേസ് $100, ദ നമ്പർ ഈസ് ദെയർ ബട്ട് ദ വാല്യൂ ഈസ് നോട്ട് ദെയർ. $93 കാണത്തുള്ളൂ അതിൻ്റെ വാല്യൂ. അപ്പോൾ അതായത് 7% അതിൻ്റെ വാല്യൂ ലീക്കേജായി ആ ഒരു ഫിയറ്റ് കറൻസിയുടെ. അതുപോലെ തന്നെ ഗോൾഡിന് ഏകദേശം 1.62% ഇയർലി ലീക്കേജ് ഉണ്ട്, അതായത് 2% ഇൻഫ്ലേഷൻ. നമ്മൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാൾ ലോകത്ത് മനുഷ്യൻ മൈനിങ് ചെയ്തേക്കുന്ന എല്ലാ ഗോൾഡിൻ്റെയും എണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,16,265 ഏകദേശം കണക്കാണ്, എക്സാക്ട് കണക്കൊന്നുമല്ല. ഏകദേശം 2,16,265 ടണ്ണോളം ഗോൾഡ് നമ്മൾ ഇന്നേ വരെ മനുഷ്യൻ മൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഭൂമിക്ക് മുകളിലായിട്ട് നമുക്ക് ഇത്രയും ഗോൾഡ് നമുക്കുണ്ട്. ഏകദേശം 5,000-6,000 കൊല്ലമായിട്ട് നമ്മൾ മൈനിങ് ചെയ്തെടുത്തത്. എന്ന് മുതൽ നമ്മൾ ഗോൾഡ് കണ്ടു അന്ന് മുതൽ മൈൻ ചെയ്തേക്കുന്ന എന്നും ആ ഈജിപ്ഷ്യൻ സമയത്തുള്ള ആ സമയങ്ങളിലുള്ള ഗോൾഡ് വരെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഗോൾഡ് നമ്മുടെ കയ്യിലിരിക്കുന്നത് മൊത്തം 2,16,265 ടണ്ണുണ്ട്. എല്ലാ വർഷവും ഗോൾഡ് മൈനിങ് ചെയ്തെടുക്കുന്നത്, എല്ലാ വർഷവും ഗോൾഡ് മൈൻ ചെയ്തെടുക്കുമല്ലോ. നമ്മൾ ആ ഗോൾഡ് മൈൻ ചെയ്തെടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമല്ലോ. ലാസ്റ്റ് കൊല്ലം നമ്മൾ മൈൻ ചെയ്തെടുത്തേക്കുന്നത് ഏകദേശം 3,600 ടണ്ണോളമാണ് ഒരു കൊല്ലം. ലോകത്തെല്ലാ രാജ്യങ്ങളും മൈൻ ചെയ്തെടുത്തേക്കുന്നത് 3,600 ടണ്ണാണ്. ഈ 3,600 ടണ്ണ് ഈ ടോട്ടലായിട്ടുള്ള ഈ മൊത്തം നമ്മൾ മൈനിങ് ചെയ്തേക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണെന്നല്ലോ ഓരോ കൊല്ലം മൈനിങ് ചെയ്തെടുത്തേക്കുന്നത് ടോട്ടലിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യും. എന്നാലും മാത്രം നമുക്ക് ഏകദേശം ഒരു കണക്കുള്ളൂ ലോകത്ത് എല്ലായിടവും കൂടെ എത്ര ഗോൾഡ് ഉണ്ടെന്നുള്ള കാര്യം. അന്നേരം ഈ മൊത്തം കിട്ടിയേക്കുന്ന ഗോൾഡ് ഡിവൈഡഡ് ബൈ ഓരോ കൊല്ലവും കിട്ടുന്ന 3,600, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് 3,600 ടണ്ണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഏകദേശം 59 അല്ലെങ്കിൽ 60 കിട്ടും അതിൻ്റെ വാല്യൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും നാൾ നമ്മൾ മൈനിങ് ചെയ്തെടുത്തേക്കുന്ന ഗോൾഡ് വീണ്ടും ഈ 2,16,000 ഗോൾഡ് വീണ്ടും മൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 59 തൊട്ട് 60 കൊല്ലം കൂടി എടുക്കും. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ 3,600 വീതം മൈനിങ് ചെയ്യുന്നുണ്ട് എല്ലാ കൊല്ലവും. അപ്പോൾ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഫിഗർ, റേഷ്യോ കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണം 100 കൊല്ലം എന്നിരിക്കട്ടെ, നമുക്ക് മൈനിങ് ചെയ്തെടുക്കാം. ഇത്രയും നാൾ ഉണ്ടാക്കിയേക്കുന്ന സ്വർണ്ണം വീണ്ടും അത്രയും തന്നെ മൈനിങ് ചെയ്യാൻ 100 കൊല്ലം എടുക്കുന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ വാല്യൂ കൂടും. ഗോൾഡിൻ്റെ ഹാർഡ്നെസ്, അതിൻ്റെ കട്ടി നമ്മൾ അളക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോയിലൂടെയാണ്. ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 50 to 60 years ആണ്. അതായത് 60 കൊല്ലം കൂടെ എടുക്കും നമുക്ക് ഇത്രയും നാൾ മൈനിങ് ചെയ്തേക്കുന്ന ഗോൾഡ് വീണ്ടും മൈനിങ് ചെയ്യാൻ. അപ്പോൾ ഈ റേഷ്യോ കൂടും തോറും 100-150 കൊല്ലം എന്നൊക്കെ പറയും തോറും ഗോൾഡിൻ്റെ ഹാർഡ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടുകയാണ്. കാരണം നിങ്ങളൊരു ഗോൾഡ് കുറച്ച് മേടിച്ച് വെക്കുമ്പോൾ അത് മൈനിങ് ചെയ്യാൻ അത്രയും ഹാർഡാണ്. അത്രയും 100 കൊല്ലം കൂടെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും ഹാർഡ്നെസ് ഉള്ളൊരു സാധനമായി മാറും. പക്ഷേ ഇത് കുറവാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഉദാഹരണം ഇനി ഗോൾഡ് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഗോൾഡ് മൈനിങ് ചെയ്യാൻ ഇനി 5 കൊല്ലം കൂടെ മതി എന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ വാല്യൂ, ഗോൾഡിന് വാല്യൂ ഇല്ല. അപ്പോൾ 5 കൊല്ലം കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയേക്കുന്ന ഈ 5,000 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന മൈനിങ് ചെയ്തേക്കുന്ന ഗോൾഡിന് അടുത്ത 5 കൊല്ലം കൊണ്ട് മൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാർക്കറ്റിലേക്ക് ഗോൾഡ് വരാൻ വേണ്ടി പോവുകയാണ്, എൻ്റെ ഇരട്ടി 5 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇത്രയും ഹാർഡ്നെസ് ഉള്ളൊരു ഗോൾഡ്, ഒരു അസറ്റ് ലോകത്ത് ആദ്യമായിട്ടാണ്. 5,000 കൊല്ലം കൊണ്ട് നമ്മളത് കാണുന്നു. ഗോൾഡ് അതുകൊണ്ടാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ ഈ 2,16,000 ഗോൾഡ് ഇതുവരെ നമ്മൾ മൈൻ ചെയ്യുമെന്ന് പറയുന്നു. ഇതിൽ ഏകദേശം പകുതിക്ക് മുകളിൽ ശതമാനം നമ്മൾ മൈൻ ചെയ്തത് 1950 ശേഷം ഇങ്ങോട്ട് ആണ്. പകുതിക്ക് കൂടുതൽ. ഓർക്കണം, 5,000 കൊല്ലമായിട്ട് നമ്മളിത് മൈനിങ് ചെയ്യുന്നു. പക്ഷേ 1950 ശേഷം ഇങ്ങോട്ട് നമ്മൾ ഇത്ര നാൾ ഉണ്ടാക്കിയിരിക്കുന്ന പകുതി നമ്മൾ 1950 ശേഷം ഉണ്ടാക്കിയതാണ്, മൈനിങ് ചെയ്തതാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പയ്യെ ഓരോ വർഷവും മൈനിങ് ചെയ്തെടുക്കുന്ന ഗോൾഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 4000 ടൺ ഓരോ വർഷം മൈനിങ് ചെയ്തെടുക്കും. കാരണം നമ്മൾ മൈനിങ് ചെയ്യുന്നതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല 1/3 കടലാണ് നമുക്കറിയാം, കടൽ അല്ലേ, സീ. അപ്പം കടലിലേക്ക് നമ്മൾ മൈനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ തോന്നുന്നു. ഇനി കടലും ഉണ്ട് മൈനിങ് ചെയ്യാൻ, അല്ലെങ്കിൽ അസ്ട്രോയിഡിനകത്ത് അല്ലെങ്കിൽ ഭൂമിക്ക് വെളിയിൽ ഈ നമുക്ക് ചിലപ്പം ഗോൾഡ് കിട്ടിയേക്കാം. അപ്പം ഗോൾഡ് സ്കേഴ്സാണ്. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലവും മൈനിങ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഈ മൈനിങ് ചെയ്തെടുക്കുന്നതിൻ്റെ ഗോൾഡിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. ചെറുതായിട്ട് പയ്യെ കൂടി വരുന്നതുണ്ട്. അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ 59 എന്നുള്ളത് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഗോൾഡിൻ്റെ ഹാർഡ്നെസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നർത്ഥം. ഗോൾഡ് പറയുന്ന പോലെ സ്കേഴ്സ് ആണ്, പക്ഷേ റെയർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൊത്തത്തൊക്കെ ഇതിൻ്റെ എത്ര ശതമാനം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് 1.6 to 2% വരും. അതായത് ഓരോ കൊല്ലവും നമ്മൾ ഈ മൊത്തത്തിലുള്ള ഗോൾഡിനകത്തോട്ട് നമ്മൾ മൈനിങ് ചെയ്തെടുക്കുന്നത് 1 to 6% ഇതിനകത്തോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ മൊത്തം നമ്മുടെ ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഈ 3600 എന്ന് പറയുന്നത് ഏകദേശം 1.6% ആണ്. അതായത് ഗോൾഡിൻ്റെ ലീക്കേജ് അല്ലെങ്കിൽ വാല്യൂ ലൂസ് ചെയ്യുന്നത് 1.6% to 2% ആണ് ഓരോ കൊല്ലവും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ വാല്യൂ ഇത്രയും ലീക്ക് ചെയ്യുന്നുണ്ട്. ഗോൾഡിൻ്റെ ഓരോ കൊല്ലവും വളർച്ച 2% മുകളിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്. അല്ല 2% താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി നേരെ ബിറ്റ്കോയിൻ്റെ അതിനകത്തോട്ട് കിടക്കാം. ഞാൻ എന്തുകൊണ്ട് ബിറ്റ്കോയിൻ ഇൻഫ്ലേഷൻ ഇല്ല, വാല്യൂ ലീക്കേജ് ഇല്ല എന്ന് പറയാനുള്ള കാരണമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ സങ്കല്പിക്കുക, ഒരു കമ്പനി, ഈ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ആ കമ്പനി വന്ന് പറയുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ 21 ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ 21 ബാറ്റ് നമ്മൾ ലേലത്തിന് വെക്കുവാണ്. പക്ഷേ അത് വെറുതെ വെക്കുമല്ല, ആ 21 ബാറ്റിലും സച്ചിൻ ടെണ്ടുൽക്കർ സൈനിങ് ചെയ്യുന്നതായിരിക്കും, ഒപ്പിട്ടിട്ട് ആ 21 ബാറ്റ്. അപ്പോൾ ഈ ലോകത്ത് 21 ബാറ്റേ അങ്ങനെയുള്ളത് കാണും. നിങ്ങൾക്ക് 21 ബാറ്റ് നിങ്ങൾക്ക് മേടിക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ നേരിട്ടായിരിക്കും അത് തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണത് പോകുന്നത്. ആ 21 ബാറ്റിൽ 10 എണ്ണം ആദ്യത്തെ കൊല്ലം കൊടുക്കും, ലേലം വിളിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത 5 ബാറ്റ് രണ്ടാമത്തെ കൊല്ലം, അടുത്ത മൂന്നാമത്തെ ബാറ്റ് 3 ബാറ്റ് മൂന്നാമത്തെ കൊല്ലം ലേലം ചെയ്യും. അങ്ങനെ 5 കൊല്ലം കഴിയുമ്പോൾ മൊത്തം 21 ബാറ്റ് ലേലം ചെയ്ത് കഴിയും. അപ്പോൾ ആദ്യത്തെ ബാറ്റ് 10 ബാറ്റ് ലേലം വിളിക്കുകയാണ്. ഫസ്റ്റ് ഇയർ 1 ലക്ഷം രൂപയ്ക്ക് ഓരോ ബാറ്റും പോയി. അതായത് 10 ലക്ഷം രൂപ ഓരോ ബാറ്റിനും 1 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ച് പോയി. അടുത്ത പോലെ 5 ബാറ്റ് വരുന്നു. അതിന് 1 ലക്ഷം രൂപയാണ് ലാസ്റ്റ് ബാറ്റിന് ലേലം വിളിച്ചത്. അപ്പോൾ 1 ലക്ഷം രൂപ മുതൽ ലേലം വിളിക്കുന്നു. 2 ലക്ഷം രൂപയ്ക്ക് ഓരോ ബാറ്റിനും സെല്ല് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് ബാറ്റ് 5ാമത്തെ കൊല്ലം 50 ലക്ഷം രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു. അപ്പം ഈ മേടിക്കുന്ന ആളുകൾക്ക് അറിയാം 21 ബാറ്റേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ബാറ്റ് ലേലം വിളിക്കുന്ന ആൾക്കറിയാം ഈ ലോകത്ത് ഇനി ഒരു ബാറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് ലേലം വിളി കൂടും, 50 lakhs പോകുന്നു. ഇത് നമ്മളൊന്നൊരു അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഈ ഇത്ര ആളുകൾ, ഈ ബാറ്റ് മേടിച്ച ആളുകൾക്ക് ഒരു ധാരണയുണ്ട് 21 ബാറ്റ് ഈ ലോകത്ത് കാണും. അതുകൊണ്ടാണ് അവർ ഈ 1 ലക്ഷവും 2 ലക്ഷവും 50 ലക്ഷവും ഒക്കെ മുടക്കാനുള്ള കാരണം. അപ്പോൾ ഈ 50 ലക്ഷം ലാസ്റ്റ് ബാറ്റ് വിൽക്കുമ്പോൾ ഈ 21 ഇപ്പോൾ ആദ്യം 10 ബാറ്റ് മേടിച്ച 1 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചത്. ഓട്ടോമാറ്റിക്കലി ഈ ലാസ്റ്റ് ബാറ്റ് 50 ലക്ഷത്തിന് പോകുമ്പോൾ ഈ എല്ലാ ബാറ്റിനും 21 ഓരോ ബാറ്റിനും 50 ലക്ഷം രൂപ വിലയായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാറ്റ് മേടിക്കാനില്ല. അപ്പോൾ ഇനി ഈ 21 ബാറ്റ് കൈവശമാക്കിയിരിക്കുന്ന ആളുകൾ അവർ പറയുന്ന വിലയാണ് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും ഇനി ബാറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഈ ബാറ്റിന് ഭ്രാന്തുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഒപ്പിട്ട ബാറ്റിന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി ഈ ബാറ്റിന് ഇവർ പറയുന്ന വിലയാണ്. ഇനി 1 കോടി ചോദിക്കാം, 2 കോടി ചോദിക്കാം. അപ്പോൾ 1 കോടി ഒരാൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബാറ്റ് ഒരാൾ വേറൊരാൾക്ക് 1 കോടി രൂപയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 20 ബാറ്റിന് 1 കോടി രൂപയായിട്ട് മാറി അല്ലേ. 1 കോടി രൂപയ്ക്ക് മേടിച്ച ബാറ്റ് ഇനി 1 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ കമ്പനി വന്ന് പറയുകയാണ്, സോറി, ഞങ്ങളുടെ കയ്യിൽ 21 ബാറ്റും കൂടെ ഉണ്ട്, വീണ്ടും സച്ചിൻ ടെണ്ടുൽക്കർ സൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, അത് വീണ്ടും ലേലം വിളിക്കാൻ വേണ്ടി പോകുമായിരിക്കും. സോ വാട്ട് ഹാപ്പൻ ടു ദിസ് പീപ്പിൾ ഹൂ ബോട്ട് ദിസ് 21 ബാറ്റ്? അവരുടെ വാല്യൂ താഴ്ത്തു പോകും. അപ്പോൾ ഇനി അവർക്ക് 1 കോടി രൂപയ്ക്ക് ഈ ബാറ്റ് വിൽക്കാൻ നോക്കുമോ? ഇല്ല. ആരും എന്ത് പറയും, ഇനി 21 ബാറ്റും കൂടെ ഇനി വരുന്നുണ്ട്, ഇനി എക്സ്ട്രാ ഇരട്ടിയും കൂടെ വരുന്നുണ്ട്, എന്തിനാ ഇനി 1 കോടി? അതിന് വാല്യൂ 1 കോടിയൊന്നും ഇല്ല. എന്തുകൊണ്ട് ആ വാല്യൂ ഡൈലൂട്ടായി 21 ബാറ്റും കൂടെ ഉണ്ട് ഇനി എന്ന് അവർ അനൗൺസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. അവരാദ്യം പറഞ്ഞ് 21 ഉള്ളൂ, അതുകൊണ്ടാണ് അവർ ഈ വിലയൊക്കെ കൊടുത്തവർ വാങ്ങിക്കുന്നത്. കാരണം ദേ നോ ഇറ്റ് ഹാസ് എ ഹ്യൂജ് വാല്യൂ. അതുമാത്രമല്ല ഇനി ഫ്യൂച്ചർ അത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. കാരണം 21 ബാറ്റേ ഉള്ളൂ ലോകത്ത്. ആ സച്ചിൻ സൈൻ ചെയ്യുന്ന 21 ബാറ്റ്. പക്ഷേ വീണ്ടും വന്ന് പറയാണ് ഇനിയും 21 ബാറ്റും കൂടെ ഉണ്ട്, അതായത് വീണ്ടും ഇരട്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ കൊളാപ്സ് ആവും. അപ്പോൾ അവർ ഇത്ര നാളോ ഹോൾഡ് ചെയ്തേക്കുന്ന വാല്യൂ കൊളാപ്സ് ആവും. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ അല്ലേ. അത് എനിക്കറിയാം. 21 മില്യനേക്കാളും കൂടുതൽ വരാൻ ഇസ് ഇമ്പോസിബിൾ.
അപ്പോൾ ഞാനൊരു $100 മേടിക്കുന്ന ബിറ്റ് കോയിൻ സതോഷി വാട്ടവർ, അതെനിക്കറിയാം ആ 21 മില്യനകത്തുനിന്ന് ഞാൻ എടുത്തതാണ്. ഞാൻ മേടിച്ചേക്കുന്ന അത്രയും സതോഷി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഇനി വേറൊരു മനുഷ്യനും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. എനിക്കറിയാം ഞാൻ മേടിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്, 21 മില്യണിൽ നിന്നാണ് വരുന്നത്. ഈ 21 മില്യണിൽ നിന്നാണ് ഓരോ കൊല്ലവും അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റും വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏത് കൊല്ലം ഇത് എക്സാക്ട്ലി 21 മില്യൺ തീരുമെന്നുള്ള കാര്യം മൈനിങ് ചെയ്യുന്നത്. പക്ഷേ ഗോൾഡ് അങ്ങനെയല്ല. ഗോൾഡ് അൺലിമിറ്റഡ് ആയിട്ട് കിടപ്പുണ്ട്, സ്കേഴ്സ് ആണ്. വി നീഡ് ടു ഫൈൻഡ് ഇറ്റ് ബട്ട് നോട്ട് റെയർ ലൈക്ക് ബിറ്റ് കോയിൻ. നമുക്ക് എല്ലാ കൊല്ലവും ഗോൾഡ് മൈനിങ് ചെയ്യുന്നുണ്ട്, 5000 കൊല്ലമായിട്ട് ഗോൾഡ് മൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇവിടെ ബിറ്റ് കോയിൻ്റെ കേസിൽ എത്ര ടെക്നോളജി ഇൻക്രീസ് ചെയ്താലും 21 മില്യനേ ഉള്ളൂ. ഓരോ കൊല്ലം കഴിയുന്നതും അതിൻ്റെ പുറത്തോട്ട് വരുന്നത് നേരെ പകുതിയായിട്ട് കുറയും. ഓക്കെ, പല ആളുകളും പറയുന്നത് ഈ പുറത്തോട്ട് വരുന്നത് ഈ ഉള്ള മൊത്തമുള്ള ഈ പറയുന്ന പോലെ മൊത്തമുള്ള സ്റ്റോക്കിലോട്ടാണ് ഓരോ കൊല്ലവും ഓരോ 10 മിനിറ്റും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ, ബട്ട് വി ഡോണ്ട് നോ ഹൗ മച്ച് ഗോൾഡ് വി ഹാവ് നൗ. ഭൂമിക്കടിയിൽ എത്രമാത്രം ഗോൾഡ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്കറിയാം 21 മില്യനേ ഉള്ളൂ. ഈ പറയുന്ന ബാറ്റ് പോലെ 21 മില്യനേ ഉള്ളൂ. അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് മേടിക്കുന്നത്. ഇനി വേറൊരാൾക്കും 21 മില്യനും കൂടെ ആഡ് ചെയ്യാൻ നോക്കൂല. That's why this $100 has huge value. There is no leakage as per my opinion. There is no value leakage. Because why I spend $100 for this sats? Because just 21 million Bitcoin. Okay, so guys, think about it. Maybe I'm wrong, maybe I don't know, but for me it's right. But how I'm thinking is right. There is no inflation. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഫ്ലേഷനും ഇല്ലാത്ത, ഒരു ലീക്കേജും ഇല്ലാത്ത ഒരു അസറ്റ്. That's why I put my value in that. There is no leakage. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ time and energy is so scarce like Bitcoin. So നമുക്ക് കിട്ടുന്ന വാല്യൂ we should keep in scarce asset, rare asset. ഈ കഴിഞ്ഞ 5000 കൊല്ലമായിട്ട് അറിയാവുന്ന സ്കേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡായിരുന്നു. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഫാക്ടർ, സ്റ്റോക്ക് ടു ഫ്ലോ. കാരണം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മൈൻ ചെയ്യാൻ ഒക്കത്തില്ല. ബട്ട് വി ഗെറ്റിംഗ് ഇറ്റ് എവറി ഇയർ ഇസ് ഗോയിങ് അപ്പ്. പക്ഷേ ബിറ്റ് കോയിൻ അങ്ങനെയല്ല. വി നോ ഓൺലി 21 മില്യൺ. That's the important thing. This is one of the important things why I like Bitcoin. There's no value leakage. If you put $100, see, you know, Bitcoin is so volatile. It goes up 160, 300, 200%, but go down 60, 70, 80%. ഇതൊരു വാല്യൂ ലീക്ക് ചെയ്യുന്ന, ഇത് ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിങ് വാല്യൂ ഉള്ള ഒരു അസറ്റാണ്. വി ക്യാൻ സ്റ്റോർ അവർ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഹിക്കപ്സ് എനിക്കുണ്ടാകുന്ന മുന്നിലുണ്ടാകുന്ന ഒരു ബാരിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. ആളോട് പറയുവാണ് ഇത് സ്റ്റോർ വാല്യൂ ചെയ്യുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ചില കൊല്ലങ്ങളിൽ it goes down 60 to 80%. So why you saying is we can hold value? It's so difficult part to explain it. കാരണം നിങ്ങളൊരു 4 to 5 years if you hold this asset, ലോകത്ത് ആരും നെഗറ്റീവ് പോയിട്ടില്ല, അവരുടെ വാല്യൂ നഷ്ടപ്പെട്ടിട്ടില്ല. ഇഫ് യു ഹോൾഡ് 4 to 5 years, എസ്പെഷ്യലി 4 year, ഇതുവരെ നടന്നിട്ടില്ല. ഇഫ് യു ഹോൾഡ് 4 to 5 years, നിങ്ങളുടെ വാല്യൂ എക്സ്പ്ലോഡ് ചെയ്യും. Maybe 5x, 10x, it will explode it. But I don't know how to explain to them because of this character. It's highly volatile. Some people cannot stomach it. Some people cannot control it. Some people cannot even stand it. അവർ ഇത്ര നാളുണ്ടാക്കി അവരുടെ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ ഉണ്ടാക്കുന്നു, ഒരു ബാങ്കിലിടുന്നു, $10 അല്ലെങ്കിൽ $50 ആണെങ്കിൽ അത് $50 അവിടെ കാണാം. പക്ഷേ ഇൻ ഫിയർ ബാങ്കിൽ കിടക്കുന്ന പൈസ ഗ്രാജുവലി ഗോയിങ് ഡൗൺ, നോട്ട് ഗോയിങ് അപ്പ്. It never go up. It gradually goes down until you die. But ഇവിടെ Bitcoin, you can see the volatility because it's so young. It can run so fast. So volatility will be there. That's the good thing because the value goes up so fast. 60%, 70% താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ it can go up to 300, 400%. Boom, is in a snap. With like, see, I don't know how to explain it. Many people won't get it. I know. They won't get it. They will never get it. So Bitcoin is here for everyone. But I believe it's not good to say like this, but that's the truth, that's the fact. Bitcoin is for everyone, but എല്ലാവർക്കും മനസ്സിലാവത്തില്ല. Everyone is not worth to hold it. I don't know, that's not right to say, but that's the fact. Okay guys, so take care, bye bye.